ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ഒന്നും പറയാനില്ല. ആക്ടർ കോ ഇപ്പൊ സർവീസിൽ നിന്ന് ബ്രേക്ക് എടുത്തേക്കുവാണ്. ബ്രേക്ക് എടുത്തിട്ട് ഈ വീഡിയോ ക്രിയേഷനിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ ഉണ്ടായ ഒരു റീസൺ എന്താ? വീഡിയോയിലേക്ക് ആക്ച്വലി ബ്രേക്ക് എടുത്തത് വീഡിയോയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനല്ല. കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. ചേട്ടന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാൽ ഏത് ചെയ്തു തരും? റീസെന്റ് ആയിട്ട് ഇപ്പൊ ചെയ്ത ഒരു ഹാപ്പി ഹസ്ബൻഡ്സിലെ ഒരു വീഡിയോ വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. ജോൺ എന്നോട് എപ്പോഴും പറയാറുണ്ട് സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ഈ ജോലിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു സിറ്റുവേഷനോ പല കേസും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടുക്കി ജില്ലയുടെ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ കാണാൻ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന കേസുകൾ ഈ കുട്ടികളുടെയൊക്കെ കേസ് വരുന്നതാണ്. ചിലപ്പോൾ ജനിച്ച ഉടനെ കുട്ടികളെ കൊന്ന കേസുകളായിരിക്കും. അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കേസുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടായി 2 ദിവസമായ കുട്ടികളൊക്കെ മരിച്ച രീതി കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? ആശിഷ് വിദ്യാർത്ഥിയുടെ CID മൂസല ചെയ്തായിരുന്നു. അതും എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം വന്നിട്ട് അതിൽ കമന്റ് ചെയ്തായിരുന്നു. മൂളം കുഴിയിൽ സഹദേവൻ. മൂളം കുളിയല്ല, മൂലം കുഴിയിൽ സഹദേവൻ. Oh, I'm sorry. My Malayalam is not good. ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു ഗ്യാലറീഷൻ മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ഒന്നും പറയാനില്ല. ആക്ടർ കോ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ ഫേസ് മുന്നിൽ വന്നില്ലേ, അദ്ദേഹമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബിബിൻ ചേട്ടാ. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ആക്ടർ കോ അതിലെത്തിച്ചേർന്നത്? പേരാണോ ഉദ്ദേശിച്ചത്? അതെ. അത് നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ആഡ് നമ്മളിപ്പോൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ വീഡിയോ കാണുന്നു, ഓഡിയോ കേൾക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കുന്നത് കൂടെ ഉണ്ടെങ്കിൽ അപ്പോഴാണത് പരിപൂർണമാകുന്നത്. എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ അടുത്ത് എത്തിയാൽ അപ്പോൾ അവർ കണ്ടിഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ പലപ്പോഴും സ്ക്രോൾ ചെയ്ത് പോകാറാണ് ചെയ്യുക. അപ്പോൾ പിന്നീട് അവർക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വേണ്ടി വന്നാൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടല്ലോ, അപ്പോൾ ആ വീഡിയോ മാത്രം മൈൻഡിൽ നിൽക്കുള്ളൂ. നമ്മുടെ പേരറിയില്ല, ആരാന്നറിയില്ല. അപ്പോൾ നമ്മുടെ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ടർ ബിബിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഓർക്കണം എന്നില്ല. അപ്പോൾ അത് എങ്ങനെ ഒരു വെറൈറ്റി ആക്കി ചെയ്യാം എന്നുള്ളത് വന്നപ്പോഴാണ്, എന്നാൽ ആക്ടറുമാണ് നമ്മുടെ പാഷൻ പ്ലസ് പ്രൊഫഷൻ അങ്ങനെ ചേർത്തപ്പോഴാണ് ആക്ടർ കോപ്പെന്നിടാം എന്ന് വെച്ച്. അപ്പോൾ കോപ്പെന്ന് പറഞ്ഞാൽ തന്നെ പോലീസ് ഓഫീസർ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ആക്ടർ കോപ്പെന്നാക്കി. പിന്നെ അതെങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഫുള്ള് PNG ആയിട്ട് ഫുൾ ടൈം ഓടുന്ന പോലെ വെക്കണം. അങ്ങനെ 1-2 ഒക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ പിന്നെ അത് വർക്കൗട്ട് ആകാൻ പാടായിട്ട് വന്നു. അപ്പോൾ എന്നാൽ ഏറ്റവും അവസാനം ചേർക്കാമെന്ന് വെച്ചു. പക്ഷെ അങ്ങനെ ചേർത്തത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് പേര് ആ ഒരു പേര് തന്നെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ആക്ടർ കോപ്പ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അത് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ചു എന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. ഈ കോപ്പ് അത് ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്താ? ഇങ്ങനെ ഈ ഒരു പേര് മതി എന്നുള്ള വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ കയ്യിൽ? ഞാൻ പലതും നോക്കി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പാഷൻ പ്ലസ് പ്രൊഫഷൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ കോമൺലി നോക്കുമ്പോൾ ഇപ്പോൾ ആക്ടർ വിജയ്, ആക്ടർ സൂര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു ഇതുപോലെ യൂസർ നെയിം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയുടെയൊക്കെയാണ് അവരവരുടെ പേര് തന്നെ മോഹൻലാൽ, മമ്മൂട്ടി എന്നാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഈ പറഞ്ഞാൽ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആക്ടർ എന്ന് ചേർത്തിട്ട് പിന്നെ കോപ്പെന്നാക്കിയത്. ഓക്കെ, കൊള്ളാം. ഇപ്പൊ സർവീസിൽ നിന്ന് ബ്രേക്ക് എടുത്തേക്കുവാണ്. ബ്രേക്ക് എടുത്തിട്ട് ഈ വീഡിയോ ക്രിയേഷനിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ ഉണ്ടായ ഒരു റീസൺ എന്താ? വീഡിയോയിലേക്ക് ആക്ച്വലി ബ്രേക്ക് എടുത്തത് വീഡിയോയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം നല്ലൊരു സമയമാണെന്ന് വിചാരിക്കുന്നു. ഇത്ര നാളും വീഡിയോ ഇട്ട് ഏകദേശം ഒരു 2.5 വർഷത്തോളം വീഡിയോ ഇട്ടു. കുറച്ചൊക്കെ ഫെയിം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ
കുറച്ച് ഡയറക്ടർമാരിലേക്കൊക്കെ ഞാൻ എത്തിച്ചിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം, അവരെല്ലാം ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ സിനിമ കിട്ടിയിട്ട് ആക്ച്വലി ഞാൻ ഇറങ്ങിയതല്ല, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് ഡയറക്ടർമാരൊക്കെ ആയിട്ട് ഈ പറഞ്ഞ മെസ്സേജിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം. അപ്പോൾ അങ്ങനെയുള്ളൊരു, നമ്മൾ ഈ സർവീസിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ലീവ് എല്ലാ അർത്ഥത്തിലും നമുക്കിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് കാണാം നാളെ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പരിപൂർണമായിട്ട് ഇറങ്ങാനായിട്ട് പറ്റും. എപ്പോഴും ഒരു കാര്യത്തിലേക്ക് പരിപൂർണമായിട്ട് ഇറങ്ങിയാലേ അത് സക്സസ് ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. 2 പരിപാടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് കാക്കിക്കുള്ളിലെ കലാകാരന്മാർ, പക്ഷേ കുറേ പേര് അങ്ങനെ അത് യൂസ് ചെയ്യുന്നില്ല. കിട്ടുന്ന പ്ലാറ്റ്ഫോം ഒന്നും യൂസ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഈ പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. നമുക്കിതിൽ നിന്ന് ഇപ്പോൾ ഈ ലീവ് എടുത്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കാരണം സാലറി ഇല്ല. അപ്പോൾ അത്ര നാളത്തെ പിന്നെ നമ്മുടെ ജോലി അവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും പലരും ചോദിച്ചു. കാരണം നമുക്കും അറിയാം ഇത് സിനിമയാണ്, എത്താനായിട്ട് പാടാണ്. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ഇത് കിടക്കുമല്ലോ. അപ്പം നാളെ ഇനി അതൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതെ. വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് ജോലി ബ്രേക്ക് എടുത്ത സമയത്ത്? ഇല്ല, വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. വീട്ടിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇറങ്ങാൻ പാടാണ്. അത് കാര്യമില്ല, നമ്മൾ ഇറങ്ങുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ സപ്പോർട്ടായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് പേരെങ്കിലും നിന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിപാടിയായിട്ട് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അത് സക്സസ് ആവാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അവർ നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് നിന്നത്. അതുകൊണ്ട് ഓക്കെയാണ്. അപ്പോൾ ഈ അഭിനയം എന്നുള്ളൊരു പാഷൻ അതെപ്പോൾ തൊട്ടിട്ട് മനസ്സിൽ കയറിയത്? അഭിനയിക്കുന്ന പണ്ട് തൊട്ടേ നമ്മുടെ സ്കൂളിലും ഒക്കെ ഈ സ്കിറ്റ് പരിപാടികളൊക്കെ സജീവമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫ്രണ്ടിൽ മുമ്പിൽ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവർ ചെയ്യുന്ന കഥാപാത്രങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുക, സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ മുമ്പിൽ ഒരാൾ സിനിമയിലേക്ക്, അല്ലെ നമ്മൾ അറിയുന്ന ഒരാൾ, നമ്മുടെ സ്ഥലത്തിനടുത്തുള്ള ഒരാൾ സിനിമയിലേക്ക് പോയാൽ മാത്രമേ നമുക്കതൊരു പോസിറ്റിവിറ്റി അല്ല നമുക്കൊരു റെഫറൻസ് ആണെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമുക്ക് അറിയില്ല ഇതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കിട്ടി. അതിലേക്ക് കയറി പിടിച്ച് ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ട് അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റിവിറ്റിയായി. അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ടിക്ടോക്ക് ബാൻ ചെയ്തു. ആ ഒരു സമയത്തെ ഫീൽ എന്തായിരുന്നു? ടിക്ടോക്കിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ എത്തി. അന്ന് എൻ്റെ കൂടെ കുറച്ച് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5ഓളം എൻ്റെ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു, പോലീസുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇടവേള കിട്ടുമ്പോൾ നമ്മളത് എല്ലാവരും എൻജോയ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ടിക്ടോക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അത് വിട്ടു. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു സിനിമാ മോഹം എന്നുള്ളത് അപ്പോഴും എത്തിയിട്ടില്ല. എനിക്ക് 2018 ആ ഒരു ഇതിലൊക്കെയാണ് നമ്മൾ പരിപൂർണമായിട്ട് സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. 2020 ആ ഒരു റേഞ്ചിലൊക്കെയാണ് അതിലേക്കൊന്ന് നോക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക്. അപ്പോഴും നമുക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളിപ്പോൾ എൻ്റെ അടുത്തും നീ ഇപ്പോൾ എങ്ങനെയാണ് സിനിമയിലേക്ക് കയറിയെന്ന് ചോദിച്ചാൽ എനിക്കതിന് വ്യക്തമായിട്ട് പറയാൻ ഒരു മറുപടി ഇല്ല. കാരണം അത് വളരെ വർഷങ്ങളായിട്ടുള്ള പടിപടിയായിട്ടുള്ള നമ്മുടെ ശ്രമങ്ങളും കാര്യങ്ങളിലും ഒരിടത്തിലേക്ക് എത്തിയതാണ്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് സിനിമയിലേക്ക് എന്നെ 2 സിനിമയിലേക്ക് അല്ലെങ്കിൽ വിളിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ടുള്ളൊരു ഉത്തരവില്ല. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവില്ല. ഈ ടിക്ടോക്ക് പോയി പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സജീവമായി. ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോൾ പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി, കമന്റ് കൂടാൻ തുടങ്ങി, ഷെയറിങ് കൂടാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ പുറത്തിറങ്ങപ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയായിരുന്നോ? ഇപ്പോഴോ അതോ? അല്ല, ഇൻസ്റ്റയിൽ 2-3 വീഡിയോ വൈറലായ ഒരു ടൈം ഉണ്ടായി. ആ വൈറലായ സമയത്ത് ഇറങ്ങിയപ്പോൾ കുറെ പേര് അവിടെ ഇവിടെ ഒക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീഡിയോ ഫഹദിന്റെ ആണ്, ഷമ്മിയുടെ ആണ് ഏറ്റവും. ആ വീഡിയോ ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കണ്ടായിരുന്നു. എന്നിട്ടില്ലേ 2 ദിവസം എന്റെ നാവിലും മറ്റേ സാധനമായിരുന്നു മോശം 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 മോശം. ഞാൻ ചേട്ടന്റെ കണ്ടിട്ടാണ് പിന്നെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വീഡിയോ ഞാൻ
വൈറലായി കഴിഞ്ഞപ്പോൾ ഇതിലെല്ലാം ഒരു അൽഗോരിതം ആണല്ലോ, നമ്മളത് കറക്റ്റായിട്ട് അതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് വൈറലായി കഴിഞ്ഞപ്പോൾ ഷമ്മിയുടെ വൈറലായപ്പം എന്ത് ചെയ്തു, ഷമ്മിയുടെ തന്നെ ഞാൻ അടുത്ത് വീഡിയോ ചെയ്തു. അപ്പോൾ അതും വൈറലായി. അപ്പോൾ നമുക്കിതിൽ ആദ്യമേ ഷമ്മിയുടെ തന്നെ വൈറലാക്കണമെന്നോ മറ്റേതാക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഏതാണോ നമ്മുടെ മുന്നിൽ എന്താണോ അവസരമായിട്ട് വരെ നമ്മളത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഷമ്മിയുടെ തന്നെ വേറെ ചെയ്തു, ഫഹദിൻ്റെ അടുത്ത ഇന്ത്യൻ പ്രണയതയിലെ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റു വീഡിയോകൾ പോകുന്നുണ്ട്. പക്ഷേ ഇതിനാണ് കുറച്ചുകൂടെ റീച്ച് കിട്ടി തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മുടെ ഉദ്ദേശം തന്നെ എങ്ങനെയും ഫെയിം പിടിക്കുക എന്നുള്ളതാണ്. ഇത് തുടങ്ങിയപ്പോഴേ ഒരു ഫെയിം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് നിന്നൊരു സാറേ ഞാനിങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ചെയ്ത വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് നമ്മളിത് സംസാരിക്കുമ്പോൾ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും അവർ നമുക്ക് ഒരു റിപ്ലൈയും ഒക്കെ തരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് തരുമ്പോൾ നമുക്കതൊരു ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതെ. ആ ഫസ്റ്റത്തെ വൈറൽ സാധനം ഷെമ്മി, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാവോ? ചെയ്യാം. ഓക്കെ. ഈ വീഡിയോ ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് റീക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് എന്നറിയോ? വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ കുറേ കമൻറ്റിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ണ് കറക്റ്റ് ഫഹദിൻ്റെ അതേ മാനറിസം ചെയ്യുന്നുണ്ട്, കണ്ണും അഭിനയിക്കുകയാണ്, കണ്ണും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. താങ്ക് യു. ഓക്കെ. ഈ വീഡിയോ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ആയത്. അതെ. ഇതിൽ ഈ വീഡിയോ കോമഡി മാസ്റ്റേഴ്സ് വന്നപ്പം ഈ വീഡിയോ തന്നെ ചെയ്തു. ഇപ്പം നമ്മുടെ ഈ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇപ്പോൾ ഇതിലും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻ്റർവ്യൂസിലെല്ലാം നമ്മൾ ഇത് ഫെയിം ആയതുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് കാണുമ്പോൾ ഇതേ വീഡിയോ തന്നെയാണ് റിപ്പീറ്റഡ്ലി കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു എല്ലാവരുടെ മനസ്സിൽ ഇതുണ്ട്. ആ ഒരു മുദ്ര കുത്തിയേക്കാണ്. എനിക്കൊരു അമൃത ടിവിയുടെ ഇട്ടത് തന്നെ അത്യാവശ്യം 4 മില്യണോ അങ്ങനെ ഏതാണ്ട് കയറി. ഞാൻ തന്നെ ഇട്ടത് അത് ഏതാണ്ട് 2 മില്യണോ അങ്ങനെ ഏതാണ്ട് കയറി. ഞാൻ അല്ലാതെ ഇട്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു 50 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ ഈ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ഫഹദ്, ഷമ്മി ആ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാവും എല്ലാവരും അതിൽ പെർഫെക്റ്റായിട്ട് ചെയ്തത് കൊണ്ട് എല്ലാവർക്കും അത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ആശിഷ് വിദ്യാർത്ഥിയുടെ CID മൂസയിലെ ചെയ്തായിരുന്നു. അതും എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ, അതുപോലെ അദ്ദേഹം വന്നിട്ട് അതിൽ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ പുള്ളിക്കാരൻ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. കുറേ ഉണ്ട്. CID മൂസയുടെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കല്ലോ, ഒരു വിളി വന്നാൽ പോവില്ലേ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജോണി ആന്റണി സാർ. അറിയില്ല അത് ഏത് രീതിയിലാണോ എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. നമ്മളങ്ങനെ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും നമ്മൾ ആ ഡയറക്ടർമാരെ പരമാവധി മെസ്സേജ് അയക്കുകയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതല്ലാതെ ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും അപ്രോച്ച് ഉണ്ടോ? ഉണ്ട്. സിനിമയുടെ അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഒരു 2 പടത്തിലും 2 പടവും, അതായത് ആദ്യത്തെ പടം നമ്മുടെ ദൃശ്യത്തിലെ വരുണായിട്ട് അഭിനയിച്ച റോഷൻ ബഷീർ, അതുപോലെ ആവാസ വ്യൂഹത്തിലെ രാഹുൽ രാജഗോപാൽ, ഇവർ 2 ലീഡ് ചെയ്യുന്ന ഒരു പടമാണ്. അതിലൊരു നല്ല ക്യാരക്ടർ ചെയ്തു. അപ്പോൾ അത് 2024 ഡിസംബറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ, ബിജോയ് എന്നാണ് ഡയറക്ടറുടെ പേര്. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞ 2025 ഡിസംബറിലാണ് ഷൂട്ട്. അപ്പോൾ 1 വർഷം മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞ് ഡേറ്റ് എല്ലാം അന്നേ തന്നതാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്ന കോളാണ്. ആദ്യമായിട്ട് എനിക്കിങ്ങോട്ട് കോൾ വന്നതാണ്. പിന്നെ കോൾ വന്നത് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. അത് ഓൾറെഡി ഞാൻ നാളുകൾക്ക് മുമ്പേ ഷഹദ് എന്നാണ് ഡയറക്ടർ പേര്, സാറിൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചതാണ്. അതും ഇതുപോലെ ആ സമയമായപ്പം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്.
പിന്നെ 1-2 പരിപാടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചും ഇങ്ങോട്ട് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത പ്രൊജക്റ്റുകളുണ്ട്. അത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നുള്ള ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം ഇങ്ങോട്ട് വന്ന ഇതുകൊണ്ട് നമ്മളായിട്ട് ചോദിച്ച കാര്യങ്ങളുമുണ്ട്. ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം? ഇന്ന ആളുടെ കൂടെ ഞാൻ അഭിനയിക്കണം, ഇതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇല്ല, നമുക്ക് എല്ലാവരും കൂടെ അഭിനയിക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായിട്ടും നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ തന്നെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ. ലാലേട്ടനോ മമ്മൂക്കയോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, രണ്ടുപേരും. അത് ഈ പറഞ്ഞ അതൊരു ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിൽ വേറെ നമുക്കൊരു കമ്പാരിസണോ കാര്യങ്ങളോ ഇല്ല. രണ്ടുപേരും കൂടെ അഭിനയിക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കും, എന്തായാലും നടക്കട്ടെ. ഈ വീഡിയോ ഇടാൻ തുടങ്ങി, അതിനുശേഷം ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചില കാര്യം ചെയ്ത വീഡിയോസ് ഫ്ലോപ്പായി പോവുക, അല്ലെ വിചാരിച്ചത്ര റീച്ച് കിട്ടാതെ ഇത് നിർത്താം, അങ്ങനത്തെ എന്തെങ്കിലും? അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആൾക്കാർക്കും തോന്നാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന സാധനം കയറും ഉറപ്പുള്ള ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ കിട്ടില്ല. അത് ആരുടെയും കുറ്റമല്ല, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അത് എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും. ചിലപ്പോൾ ഈ എല്ലാവർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു ഓഡിയോ ഇട്ടാലേ ഇതിൻ്റെ അകത്ത് എപ്പോഴും വർക്കാവുള്ളൂ. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ നല്ലൊരു പരിപാടിയായിരിക്കും, പക്ഷെ അതെടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണം എന്നില്ല. അത് ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 20% ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ വീഡിയോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട് കിട്ടാതെ വരും. നമ്മളത് എന്ത് നല്ല രീതിയിൽ ചെയ്താലും കിട്ടാതെ വരും. ഒരുപക്ഷെ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു സാധനമാണ്, കുറച്ചുകൂടെ റീച്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ അതെ. ഈ ഷെമ്മിയുടെ വീഡിയോ അങ്ങനെ കേറുന്നു ഉറപ്പിച്ച് ചെയ്തതാണോ അതോ? ഉറപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ അത് എല്ലാവർക്കും അറിയാലോ. ആ സമയത്തൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല, കൈ കിട്ടുന്ന എന്താണോ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന വീഡിയോസ് എടുക്കാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അതിലൊരു എനിക്കൊന്ന് കിലുക്കൊക്കെയാന്ന് തോന്നുന്നു. ആദ്യ സമയത്ത് ഞാനിട്ട് കിലുക്കത്തിലെ മണിമുള്ള രാജചേട്ടൻ്റെ മറ്റേ മല എന്നൊക്കെ പറയുന്ന വീഡിയോ, അതൊക്കെ ആദ്യം ഇട്ട് അതൊക്കെ കുറച്ചൊക്കെ കയറി. പിന്നെ ഒരു ബ്രേക്ക് എന്നുള്ള ഒരു സാധനം ഉണ്ടാവുന്നത് ഷമ്മി വന്നപ്പോഴാണ്. എനിക്ക് തോന്നുന്നു അതിലെ ആ ഫഹദ് ഫാസിൽ പുള്ളിക്കാരൻ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു വേഷത്തിന്, ആ ക്യാരക്ടറിന്. അപ്പം അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഞാനും അത് വിചാരിച്ചുകൊണ്ടൊന്നും അല്ല ഇത് അപ്ലോഡ് ചെയ്തത്. നല്ലതാണ് എന്ന് നമുക്കറിയായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് അത് കയറിയത് അത് വൈറലാവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലില്ലായിരുന്നു. എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള ഒരു പാഷനും ഉണ്ട്. പക്ഷെ നമ്മൾ ഫിക്സ് ചെയ്യില്ല മനസ്സിൽ, ഇനി എന്ത് വന്നാലും സിനിമ അതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന്. ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ലൈഫിൽ? ഇനി പിന്നോട്ടില്ല, ആ ജോലി ഇന്ന് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴാണോ അതോ അതിന് മുന്നേ തന്നെ? അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ സിനിമയായിട്ട് ഞാൻ ഇറങ്ങിയ ആളല്ല, സിനിമകളെല്ലാം കൂടെ വന്നിട്ട് ഞാൻ ഇറങ്ങിയ ആളല്ല. ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്, സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 2-3 പ്രൊജക്റ്റ് വന്നിരുന്നു. അതിലെ 2 എണ്ണമാണ് കഴിഞ്ഞു. ഒരെണ്ണം ചെറിയ പ്രൊഡക്ഷൻ ഇഷ്യൂ കാരണമൊക്കെ ആയിട്ട് ചില താമസം വന്നത് പോയി. അപ്പോൾ അതെല്ലാം പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോഴും സംസാരിച്ച് നിൽക്കുന്നു, വർക്കൗട്ട് ആകുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടൈം മിസ്സാക്കാൻ പറ്റൂല. ആ ഒരു ടൈം ഇപ്പോൾ ആണ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എന്നാ പോകുന്നതെന്ന് അറിയില്ല. അത് നമുക്കറിയില്ല, അടുത്ത ചിലപ്പോൾ പുതിയ ആപ്പ് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കിട്ടുള്ളൂ. അതും എൻ്റെ മനസ്സിലെ ചിന്തകളാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്, അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കുഴപ്പമില്ലാത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. ഇപ്പോൾ ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ ഇപ്പോഴേ നടക്കുകയുള്ളൂ. നാളെ നമുക്ക് കിട്ടിയിരിക്കുന്ന റീച്ച് ഉണ്ടാവുമോ, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവുമോ, വേറെ ഏതെങ്കിലും ആപ്പ് വരുമോ, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സമയത്ത് നമ്മൾ ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം പോയാൽ ഇപ്പോൾ കഷ്ടപ്പാടായിരിക്കും. ഇൻസ്റ്റാഗ്രാം പോയാൽ കഷ്ടപ്പാടുണ്ടാവും, എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടാവും, എനിക്ക് മാത്രമല്ലല്ലോ, മൊത്തം പേർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ദേശം ഒന്ന് ഫെയിം ആവുക, അത് വെച്ചിട്ട് ആ വീഡിയോസ് റെഫറൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കുക, നമ്മൾ എന്താണെന്നുള്ളത് ഡയറക്ടേഴ്സിനോ അല്ല നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളെ കാണിക്കുക. അതായിരുന്നു ലക്ഷ്യം. അത് നടന്നു എന്ന് വിചാരിക്കുന്നു നിലവിൽ. അതെന്തായാലും നടന്നിട്ടുണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് പറയുന്ന ആൾക്കാരല്ലാതെ എല്ലാ സ്ഥലത്തും കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും നെഗറ്റീവ് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? വേദനിപ്പിക്കാറൊന്നുമില്ല, കാരണം വീഡിയോ ഇടുമ്പോൾ എന്തായാലും നമുക്കൊരു പോസിറ്റീവും നെഗറ്റീവും വരും. അത് രണ്ടും നമ്മുടെ മനസ്സിലത് ഉണ്ട്, എന്ത് ചെയ്താലും ഉണ്ട്. അതിപ്പോൾ വീഡിയോ എന്നല്ല, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ അമ്മയെ തല്ലിയാൽ 2 വശം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളൊരു വീഡിയോ ഇട്ടാലും. അപ്പോൾ ഞാനതിൽ ഒന്നും നോക്കുന്നില്ല, പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നമുക്കത് നല്ലതാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്
ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ ഇടാൻ നേരം സുഹൃത്തുക്കളുടെ ഒക്കെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതെങ്ങനെയുണ്ട് കൊള്ളാവെന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത്. അപ്പം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ നമുക്കിത് എപ്പോഴും ചോദിക്കാനും ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനും എത്താനായിട്ട് പാടാണ്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അത് അനലൈസ് ചെയ്തിട്ട് കൊള്ളാം ഓക്കെ ഇത് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇടുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇട്ടിട്ട് പോകുന്നത്. അതിലിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും നമ്മളിപ്പോൾ നോക്കാറില്ല. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് നോക്കാറില്ല. സീനിയർ ഓഫീസേഴ്സ് ഒക്കെ എന്താ പറയുന്നത്? ഇപ്പോൾ എല്ലാവരും ആ സമയത്ത് ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒക്കെ ആയോ പടമായോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോഴും മെസ്സേജിലൂടെ ഒക്കെ എല്ലാവരും അയക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സഹായം ചെയ്യാറുണ്ട്. ഓക്കെ. കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. ചേട്ടൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാൽ ഏത് ചെയ്തു തരും? അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടില്ല. ഏത് വേണേലും ചെയ്യാം. റീസെന്റ് ആയിട്ട് ഇപ്പൊ ചെയ്ത ഒരു ഹാപ്പി ഹസ്ബൻഡ്സിലെ ഒരു വീഡിയോ വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആവാസനം ജോണനോട് എപ്പോഴും പറയാറുണ്ട് സ്ത്രീ വേഷങ്ങളൊന്നും ചിന്തിച്ചാടുന്നു പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ വീക്ക്നെസ് ആയിപ്പോയി. പറയാലോ സ്ത്രീലം പഠന പറയുന്നല്ല മദ്യം എന്താണെന്ന് മദ്യത്തിന്റെ ലഹരിയിൽ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറക്കും. എന്റെ ഭാര്യ നല്ല രസമുണ്ട്. ഇതില്ലേ ഇങ്ങനെ വീഡിയോ കണ്ടുപിടിക്കുന്ന എപ്പോഴാ ഇത് ചെയ്യാം ഇതാണ് നാളെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അങ്ങനെ ഇല്ല. ഇത് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു സാധനം കിട്ടും. അപ്പോൾ അതിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കും ഇടുന്നത്. നമ്മൾ ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആയിരിക്കും അടുത്ത ഇടുന്നത്. എന്നാൽ പിന്നെ ഇത് ചെയ്യാന്ന് വെച്ചിട്ട് ചിലപ്പോൾ അത് ചെയ്തിട്ട് പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. കുറച്ച് നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തേക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും ചില ക്ലിപ്പിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇൻസ്റ്റയിലോ അല്ലെ ഫേസ്ബുക്കിലോ ഒക്കെ കാണുമ്പോൾ അതും നമ്മൾ സേവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ റീക്രിയേറ്റ് ചെയ്യുമ്പോഴേ ഏറ്റവും വലിയ കഷ്ടപ്പാട് തോന്നിയിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ ആ ആക്ടർ ചെയ്തതിനേക്കാളും നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കട്ടയ്ക്ക് ഒപ്പം പിടിക്കണം. ഇല്ലേ ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോകും. ഇത് കറക്റ്റ് സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ എങ്ങനെ പറയാം? എന്തെങ്കിലുമൊക്കെ പറയും. അത്ര അടിപൊളിയായിട്ടാ ചെയ്യുന്നത്. കുഴപ്പമില്ലാതൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിലിപ്പോൾ എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതിലെ ടൈമിംഗ് ആണ് എപ്പോഴും ഒരു ബാരിയറായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇമോഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇടണം, ടൈമിങ് വരണം, ഡയലോഗ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഒരുപാട് ലെങ്ത് ഡയലോഗൊക്കെ ഉള്ളതാണെങ്കിൽ ഡയലോഗ് ഇഷ്യൂ ഉണ്ട്. പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടാണ്. ഇപ്പോൾ രാവണപ്രഭുവിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിരിക്കുന്ന ഡയലോഗ് മൈൻഡിൽ ഫുള്ളുണ്ട്. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിദ്ദിഖിക്ക വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒന്ന് ഇറങ്ങാവോ എന്ന് ചോദിക്കുന്നതോടും തൊട്ട് അതിൻ്റെ ഫൈറ്റ് തുടങ്ങുന്നതോടും വരെ എനിക്ക് ഫുള്ള് കാണപ്പെടും. എനിക്ക് തോന്നുന്നൊരു 6-7 മിനിറ്റ് ഡയലോഗ് ഉണ്ട്. ഫുള്ള് 2 പേരുടെ ഓൾമോസ്റ്റ് എനിക്ക് കാണപ്പെടും ആ ഡയലോഗ്. അത് അന്ന് തൊട്ടേ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെയായി. അങ്ങനെ അപ്പോൾ അതങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കും അതൊരു രസമാണ് പിന്നീട് ചെയ്യാനായിട്ട്. നമുക്ക് അറിയാവുന്ന ഡയലോഗുകളാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ രസമാവും. അങ്ങനെയൊക്കെ ആവാം അത് റെഡി ആവുന്നത്. എത്ര പ്രാവശ്യം എടുക്കും ഒരു വീഡിയോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത വടിവേലുവിൻ്റെ ഒരു വീഡിയോ കണ്ടോന്ന് അറിയില്ല. പോക്കിരി സിനിമ ചായ ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ ടേക്ക് എടുത്തുള്ളൂ. കാരണം അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുടി കഴുകണം, ഡ്രസ്സ് കഴുകണം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഇത് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രയൽ ചുമ്മാ ഇങ്ങനെ നോക്കി. അപ്പോൾ ഓക്കെ ആയി. അപ്പം ഒഴിക്കാതെ അതായത് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഓക്കെ ആണല്ലോ ഞാൻ ഒഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് ഓക്കെ ആവോ ഇല്ല എന്നുള്ളത്. നമ്മൾ തന്നെ അഭിനയിച്ച് ചെല്ലുമ്പോൾ അറിയാലോ. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ഏറ്റവും അവസാനം വന്നപ്പോൾ ഓക്കെ ആയി നമ്മുടെ മനസ്സിൽ തോന്നി, ഒഴിച്ചു. എന്തായാലും കുഴപ്പമില്ല, ഓക്കെ ആയി. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത് ചെയ്ത വീഡിയോ ഏതായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് മനസ്സിലില്ല. പക്ഷെ എന്തായാലും ഞാനൊരു 20 ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ട്. അത്രയൊക്കെ പോയിട്ടുണ്ട്. ഏതാന്ന് ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഷമ്മിയുടെ ഒന്നും ഒരുപാടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഒരു 4-5 ടേക്കിനുള്ളിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ വെച്ചിട്ട് കുറെ നാളായിട്ട് ചെയ്തിട്ട് ശരിയാവാത്ത വല്ല വീഡിയോയും ഉണ്ടാ? ഒരു കോൺഫിഡൻസ് കുറവ് കാരണം അപ്ലോഡ് ചെയ്യാത്തതോ അങ്ങനെ എന്തെങ്കിലും ഡ്രാഫ്റ്റ് കിടക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല. ഇനി ഏതാ ചെയ്യാനുള്ള പ്ലാൻ? കണ്ടിട്ട് ഇങ്ങനെ ഇനി അടുത്ത ഇതായിരിക്കും വെച്ച് നോട്ടിട്ട് വെച്ചേക്കുന്ന വീഡിയോ ഏതാ?
നോട്ടം അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ല, കുറച്ച് വീഡിയോ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സമയം കിട്ടുന്ന പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കലിപ്പാണോ അതോ സന്തോഷമാണോ, ഏതാ കൂടുതലായിട്ട് ഓഡിയൻസിന് കണക്ട് ആവുന്നത്? അല്ലെങ്കിൽ ചേട്ടന് ഏത് ചെയ്യാനോ കൂടുതൽ ഒരു കംഫർട്ട് തോന്നുന്നത്? എല്ലാം ഓക്കെയാണ്. എനിക്ക് ഏറ്റവും സത്യത്തിൽ ചെറുപ്പം തൊട്ടേ ഞാൻ ഏറ്റവും കൂടുതൽ സ്കിറ്റും പരിപാടികളും ചെയ്തിരിക്കുന്നത് കോമഡിയാണ്. പക്ഷെ കേട്ട ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും നന്നായിട്ട് എനിക്ക് വിശ്വാസമുള്ളതും കോമഡിയാണ്. പക്ഷേ അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ സൈക്കോ ഷമ്മി മറ്റേ അങ്ങനെയുള്ള കലിപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്കാരെല്ലാം അതാണ് കുറച്ചുകൂടെ. പിന്നെ നമുക്ക് ഫേസിന് ചേരുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടല്ലോ. എല്ലാത്തിലും ഉപരി ഇപ്പോൾ നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഇപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സിനെ അടുത്ത് ചെയ്താണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വടിവേലിനെ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ചൊക്കെ എത്തി. അപ്പോൾ കോമഡി ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കലിപ്പാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, നല്ലൊരു വില്ലനിസം അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. മേ ബി അതാ ഷമ്മിയുടെ പരിപാടി ചെയ്ത് അത്രയും സെറ്റായിട്ട് നിൽക്കുന്നോണ്ടാണെന്ന് വിചാരിക്കുന്നു. അതെ, ഇപ്പൊ ആക്ടർ കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആയി കിടക്കുന്ന ഷമ്മി മൂഡായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ കുഞ്ഞിലെ അല്ലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, ആരെങ്കിലും ആദ്യമായിട്ട് പറഞ്ഞില്ലേ നിന്റെ ഉള്ളിൽ ഒരു നടനുണ്ട്, അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. ഇടയ്ക്ക് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുമ്പം നല്ല പരിപാടിയാടാ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മേളിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ആരുടെയും കയ്യിലില്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെയും നമ്മൾ കാണുന്ന ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. ആരുമില്ല. അത് എന്തിന്റെ മേളിലേക്ക് പോകണമെന്നുള്ളത് നമുക്ക് അറിയില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അതാണ്. ഈ പോലീസ് എന്നുള്ളൊരു പ്രൊഫഷൻ അതെങ്ങനെ തിരഞ്ഞെടുത്തതായിരുന്നു? എൻ്റെ ചേട്ടൻ പോലീസിലാണ്, പോലീസുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പുള്ളി ഫിസിക്കലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനും ഫിസിക്കലെല്ലാം ഓക്കെയാണ്. അപ്പോൾ മാത്രമല്ല പോലീസുകാരനായിട്ട് വരുമ്പോൾ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ PSC എഴുതാവുന്ന സമയം 18 വയസ്സായി കഴിഞ്ഞപ്പോൾ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ഏതാണ്ട് 4 വർഷത്തെ സർവീസോളം ആയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 4 വർഷമല്ല 2 വർഷം അങ്ങനെ എന്തോ ആയി. അപ്പം ഞാൻ പരീക്ഷ എഴുതി അങ്ങനെ ഇഷ്ടപ്പെട്ട് തന്നെ കയറിയതാണ്. ഈ ജോലിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു സിറ്റുവേഷനോ പല കേസും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടുക്കി ജില്ലയുടെ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ കാണാൻ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന കേസുകൾ ഈ കുട്ടികളുടെയൊക്കെ കേസ് വരുന്നതാണ്. ചിലപ്പോൾ പോക്സോ കേസുകളായിരിക്കാം, ചിലപ്പോൾ ജനിച്ച ഉടനെ കുട്ടികളെ കൊന്ന കേസുകളായിരിക്കും, അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കേസുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടായി 2 ദിവസമായ കുട്ടികളൊക്കെ മരിച്ച രീതി കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് മൈൻഡിൽ നിന്ന് പോകാൻ കുറേ ടൈം എടുക്കില്ലേ? നമ്മളത് മൈൻഡിൽ ഇട്ടിട്ട് കാര്യമില്ല, അങ്ങ് പൊക്കോളും. ജോലിയുടെ ഭാഗമാണ് അങ്ങനെ ചിന്തിക്കുക. അതെ, അതിലും കൂടുതലാണല്ലോ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇതിന് വേണ്ടി ഡോക്ടേഴ്സ് ആണെങ്കിലും എന്നും ഇവരത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇതുപോലത്തെ എത്ര കേസുകൾ കാണുന്നു. നമ്മൾ സാധാരണ ആൾക്കാരെക്കാളും കുറച്ചുകൂടി കൂടുതൽ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർമാരൊക്കെ അതിൽ കൂടുതൽ ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ലേ അവരിയ്ക്കുന്നത്. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. സെലിബ്രിറ്റീസിന്റെ കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോയില്. ഏറ്റവും ഫസ്റ്റ് കമന്റ് ഇട്ടത് ആരായിരുന്നു? അത് ഓർത്ത് വെക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നത് CID മൂസ ആശീഷ് വിദ്യാർത്ഥി ആണെന്ന് തോന്നുന്നു, പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ആദ്യം കമന്റ് ഇട്ടത്. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അതാണ് തോന്നുന്നു ആദ്യമായിട്ട് കമന്റ് ഇടുന്നത്. പിന്നീട് ജോജി ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അഭിലാഷ് ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാളികപ്പുറത്തിൻ്റെ റൈറ്റർ, പിന്നെ മനോജ് K ജയൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സാഗർ സൂര്യ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. ജോജി ചേട്ടൻ കമന്റ് ചെയ്തിട്ട് ജോജി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അങ്ങനെ നിൽക്കുന്നു. മെസ്സേജുകളൊക്കെ ജസ്റ്റ് അയക്കാറുണ്ട്, സീൻ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ജോജി ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ അല്ലേ. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒരു ഡയറക്ടറെ എത്തണേലും ഒക്കെ നമുക്ക് എത്തിക്കാം. നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു സ്റ്റഫുണ്ട്, നമ്മൾ അതുമായിട്ട് ചെല്ലാം. അവരെവിടെയാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് ചെല്ലാം. നമ്മൾ ഇന്ന ആളാണെന്ന് പറയാം. നമുക്ക് യാത്രാ സൗകര്യങ്ങളുണ്ട്, പെട്ടെന്ന് എത്താം, അങ്ങനെ എല്ലാ ഇതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുള്ളിക്കാരനൊക്കെ ബുദ്ധിമുട്ടിയതുപോലൊന്നും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടില്ല. അതിപ്പോൾ 10-20 വർഷമൊക്കെ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ നമ്മളാണെങ്കിലും നിൽക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല അത്രത്തോളം. ഇപ്പോൾ കുടുംബവും കാര്യങ്ങളും എല്ലാം വേണ്ടതെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് കുറേ നാട്ടുകാരൊക്കെ കളിയാക്കിയെന്നു അതെ അങ്ങനെ അതെ ഞാൻ അവിടെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഹലോ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത്രയൊന്നും ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഉള്ള നമുക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയും നാളും ഒരാൾ പിടിച്ചു നിന്ന് അതിലേക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നടനാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പിന്നോട്ട് വലിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ജോജി ഇൻസ്പയർ ചേട്ടന്റെ ചെയ്യുന്നത്. 2 വീഡിയോ ഇരുന്നങ്ങ് കാണും. അതെ. അതോടെ കുറച്ച് എനർജി അതെ, വരുന്നത്. അതെ. സാഗർസൂര്യ കമന്റ് ഇട്ടെന്ന് പറഞ്ഞു. സാഗർസൂര്യനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പുള്ളിക്കാരൻ നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലേ ഒരു സ്ക്രീൻ പ്രസൻസ്. ഞാൻ എന്തോ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സീരിയൽ അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ സീരിയലാണോ എന്തോ അങ്ങനെ എന്തോ TV പ്രോഗ്രാമിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല. പക്ഷേ ഈ ബിഗ് ബോസ് ആ സമയത്ത് നമ്മൾ കാണുന്ന ആളാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് സിനിമയിലേക്ക് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിലൊരു വില്ലൻ വേഷം പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചെയ്യുമ്പോൾ നമ്മളെ ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ ആവാൻ പുള്ളിക്കാരൻ അത് ചെയ്തെടുത്ത്. ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഇനിയിപ്പോൾ അടുത്ത സീസൺ ബിഗ് ബോസ് വരുമ്പോൾ ഒരു ചാൻസ് കിട്ടിയ കയറാൻ ഇൻട്രസ്റ്റഡ് ആണോ? ബിഗ് ബോസിലേക്ക് പോകാൻ നേരത്തെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. തള്ളാണെന്ന് വിചാരിക്കരുത് കേട്ടോ കേട്ടോ. അല്ല ഇപ്പൊ ചോദിക്കും ഇവനെ ആര് വിളിക്കാനാണ്. അല്ല ബിഗ് ബോസിലേക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഫെയിം ആവുക എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടേ എനിക്കുള്ളൂ. അതിൽ ഇനിയിപ്പോൾ പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് താല്പര്യമില്ല. ഇനി ബിഗ് ബോസ് വേണ്ട. ബിഗ് ബോസ് ഓരോ സമയത്ത് ഓരോ തീരുമാനങ്ങളല്ലേ മനുഷ്യന്റെ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു തീരുമാനമില്ല, പോണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ഒഴിവാക്കിയത്. നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടാവുമോ? ഇപ്പൊ വൈഫ് വീഡിയോ എടുത്ത് തരാറുണ്ട്. വീഡിയോ എടുത്ത് തരാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ വീഡിയോ എടുക്കുന്ന ആളൊന്നും അല്ല. ഞാനത് പറഞ്ഞ് അപ്പം കറക്റ്റായിട്ട് ഹെഡ് മറിയരുത്, ഇവിടെയായിട്ട് അപ്പുറം നിൽക്കണം, ഫ്രെയിം കറക്റ്റ് വെക്കണം, അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം നന്നായിട്ട്. അപ്പം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ ഞാൻ നമ്മൾ എല്ലാവരും സെൽഫി ക്യാമറയിൽ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബാക്ക് ക്യാമറയിൽ സ്വന്തമായിട്ടാണ് ചില വീഡിയോസൊക്കെ ഇപ്പോഴും ബാക്ക് ക്യാമറ തന്നെയാണ് എടുക്കുന്നത്. വൈഫ് ഹെൽപ്പ് ചെയ്യാത്തപ്പോൾ അപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ നോക്കും. അപ്പോൾ സമയപ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ വിളിച്ചിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചില വീഡിയോ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആദ്യം വൈഫിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് എന്തായാലും എങ്ങനെയാണ് ഫ്രെയിം നിൽക്കേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് സെറ്റായിട്ട് എടുക്കും, കുഴപ്പമില്ല.